നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കൊച്ചി കണ്ണൂർ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലുകളിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു തുടങ്ങിയെന്ന കോസ്റ്റൽ AIG. വാൻഹായ് കപ്പലിനെതിരെ കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കും. MSC എൽസ കപ്പൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി. വിഴിഞ്ഞത്തെത്തിയ MSC മാനസ എന്ന കപ്പലിനെ തടഞ്ഞുവെക്കാൻ കോടതി നിർദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനുള്ള UDF തീരുമാനത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. നിലമ്പൂരിൽ M സ്വരാജിനെതിരെ പ്രചരണവുമായി ആശാവർക്കർമാർ. അപമാനിച്ചവർക്ക് വോട്ട് നൽകരുതെന്ന ആശമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് MV ഗോവിന്ദൻ. UDF പ്രചരണത്തിന് നാളെ പ്രിയങ്ക ഗാന്ധി എത്തും. സണ്ണി ജോസഫ്, മുത്തുക്കോയ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളെ വേർതിരിക്കുന്ന ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്ന് NSS. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പ്രേമാനന്ദൻ ജാതി അധിക്ഷേപം നടത്തിയതായി പരാതി. പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ശുദ്ധികലശം നടത്തിയെന്ന ആരോപണം. പരാതി വ്യാജമെന്ന് പ്രേമാനന്ദൻ. ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായി വിവരം. കൂടിക്കാഴ്ച തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ നടപ്പായില്ല. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അടിക്ക് തിരിച്ചടി. ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സിലെ 212 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക പതർന്നു. 4 വിക്കറ്റിന് 43 റൺസ് എന്ന നിലയിൽ ഓസീസിനെ തകർത്തത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 5 വിക്കറ്റ് എടുത്ത റബാഡയുടെ പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക്. MSC എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയെന്ന കോസ്റ്റൽ AIG പദം സിംഗ്. എല്ലാവരും ഇന്ത്യയിൽ തന്നെയുണ്ട്, അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്താൻ മറ്റ് ബുദ്ധിമുട്ടുകളില്ല. ക്യാപ്റ്റന്റെ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. വാൻഹായ് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പരിക്കേറ്റവരുടെ മൊഴി മംഗലാപുരത്ത് പോയി രേഖപ്പെടുത്തി. കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മതിയല്ലേ, കുറേ സമയം എടുക്കും. മാസ്റ്ററിന്റെ എടുത്തുകൊണ്ടിരിക്കാൻ പെൻഡിങ് ആണ്, കുറച്ച് പെൻഡിങ് ആണ്. ഇത് നമുക്കറിയില്ല. ഇത് നമ്മുടെ നമുക്കങ്ങനെ ട്രാവൽ ബാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് നോക്കിയിട്ട് മാത്രം വരാൻ പറ്റും. അതിൻ്റെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. MMD വിൽ സബ്മിറ്റ് റിപ്പോർട്ട് ടു DGCP. അതനുസരിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെ ഫാൾട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിലേ ഇല്ല. അത് ഈ നമ്മുടെ ഇൻക്വയറിൻ്റെ വേണ്ടി അതും ആവശ്യമാണ്. CPയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, നെഗ്ലിജൻസ് എന്തൊക്കെ ആയിരിക്കും, അത് ആ ഇൻക്വയറി നമുക്ക് ആവശ്യമാണ്. സെക്ഷൻ ഓൾട്ടർ ചെയ്യണോ, ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, നോക്കിയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ സെക്ഷൻസ് ഇട്ടിരിക്കുന്നത് ഒരു കുറച്ച് സ്ട്രോങ് ആയ സെക്ഷൻസ് അല്ല എന്നൊരു ഇത് വരുന്നുണ്ട്. നിൽക്കുന്ന സെക്ഷൻ മാത്രം സ്ട്രോങ് ആണോ ഈസി ആണോ നമുക്ക് നോക്കാൻ ആവശ്യമില്ല. എന്തൊക്കെ സെക്ഷൻ നിൽക്കും അത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് ചെയ്തിട്ടുണ്ട്. കപ്പലപകടത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം. കപ്പൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് കോടതി. TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. എന്തിന് പൊതുജനത്തിന്റെ പണം ചെലവഴിക്കണമെന്നും എല്ലാം കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പുറം കടലിൽ വെച്ച് തീപിടിച്ച വാൻഹായ് 503 കപ്പലിന്റെ മുൻഭാഗത്തെത്തി നിയന്ത്രണ വിധേയമാക്കിയതായി റിപ്പോർട്ട്. മറ്റിടങ്ങളിലെ തീകെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇതോടെ ചരക്ക് കപ്പലിനെ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ച് കേരള തീരത്ത് നിന്ന് പരമാവധി അകലേക്ക് നീക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും പോർബന്ദറിലെ മറൈൻ എമർജൻസി സെന്ററും ചേർന്നാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതേസമയം കപ്പലിൽ നിന്ന് കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കടലിൽ വീണ കണ്ടെയ്നറുകൾ മറ്റ് കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ ഇടിക്കുമോ എന്ന ആശങ്കയുമുണ്ട്.
ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനുള്ള UDF തീരുമാനത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വോട്ടിനു വേണ്ടി വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കുകയാണ് UDF. PK സൈനബ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്കെതിരായ UDF സൈബർ ആക്രമണം ജനം വിലയിരുത്തുമെന്നും ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും MV ഗോവിന്ദൻ നിലമ്പൂരിൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്നത്തെ പരിസ്ഥിതിയിൽ ചോദിക്കാനുള്ളത്. ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട് കലാകാരന്മാരോട് എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സമീപനമാണ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത്. അത് ഞാൻ പറഞ്ഞതുപോലെയാണ്, പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ്, അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ്. സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി ഇവിടെയുള്ളവർ ഇവിടെ നിന്നും മറ്റുള്ളവർ അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിനു വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ സാമൂഹിക ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ ആക്രമണങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ വന്നിട്ടുള്ളത്. അവർക്ക് വാർത്തക്കെതിരായിട്ടല്ല, എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഈ കേരളം, ഉത്ബുദ്ധ കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച്. തീവ്രവാദത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു മദനിയെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയെയാണ് MV ഗോവിന്ദൻ പീഡിതരുടെ പാർട്ടിയായി ചിത്രീകരിക്കുന്നതെന്നും BJP അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ജമാഅത്തെ ഇസ്ലാമിയിലൂടെയാണ് IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തത്. മലപ്പുറത്തെ ഗ്രീൻ വാലി പൂട്ടിച്ച പാർട്ടിയാണ് BJP എന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഈ കേരളത്തിലെ തീവ്രവാദത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തെയാണ് നിങ്ങൾ പീഡിതരുടെ നേതാവ് പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചത്. പിന്നെ VD സതീശന് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെ ISIS-ലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ISIS-ലൊക്കെ റിക്രൂട്ട് ചെയ്ത് അവരൊക്കെ സിറിയയിൽ പോയി ആട് മേയ്ക്കുന്ന കോലത്തിലാക്കിയ ദേശവിരുദ്ധ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. മലപ്പുറത്ത് ഗ്രീൻ വാലി പൂട്ടിച്ച പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെ പാർട്ടി. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു മലപ്പുറത്തെ ജനങ്ങളുടെ സമാധാനത്തിന് മുകളിൽ ഒരു വലിയ തീൽക്കനൽ പോലും നിന്ന സംഭവം. അത് പൂട്ടിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. LDF-നെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സംഘം കൂടി എത്തിയതോടെ നിലമ്പൂർ പ്രചരണ കോലാഹലത്തിലായി. വീടുകൾ കയറി ഇറങ്ങിയാണ് പ്രചരണം അവർ നടത്തുന്നത്. തങ്ങളെ അപമാനിച്ചവർക്ക് വോട്ട് നൽകരുത് എന്നാവശ്യപ്പെട്ടാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വോട്ടർമാരെ കണ്ട് വിശദീകരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് S മിനിയുടെ നേതൃത്വത്തിലാണ് പ്രചരണം നടക്കുന്നത്. TK അരവിന്ദൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദൻ, കൂടുതൽ നേതാക്കളൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം നിലമ്പൂരിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആശമാർ കൂടി ഇറങ്ങിയതോടുകൂടി ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലാണല്ലേ? ശ്രീജ, തീർച്ചയായും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ഏറ്റവും ഉയർന്ന ഒരു തലത്തിലാണുള്ളത്. നേതാക്കന്മാരെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടെയുണ്ട്, കുമ്മനം രാജശേഖരൻ ഇവിടെയുണ്ട്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെയുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെയുണ്ട്, മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ മുന്നണികളും അവരുടെ പരമാവധി നേതാക്കന്മാരെ, ഉന്നതരായ നേതാക്കന്മാരെ എത്തി പ്രചരണം ഒഴിപ്പിക്കുകയാണ്. ഇന്നും രാവിലെ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ്, വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങി വെച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അതായിരുന്നു. ഇന്നും അത് അദ്ദേഹം ആവർത്തിച്ചു. പ്രിയങ്ക ഗാന്ധി ഇതിന് മറുപടി പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു.
എന്നാൽ KC വേണുഗോപാൽ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. താൻ ഉന്നയിച്ച വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായി താൻ വന്നപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും അതേപോലെ നിൽക്കുകയാണ്. മലപ്പുറത്തെ അപമാനിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞില്ല. ദേശീയപാത വിഷയത്തിൽ നടപടികൾ ഉണ്ടായില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനു കൂടി ഗൗരവം ഉൾക്കൊണ്ടെങ്കിലും ഗൗരവം ഉൾക്കൊള്ളാത്തത് സംസ്ഥാന സർക്കാർ മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം LDFും വലിയ പ്രതീക്ഷയിലാണ്. LDFിൻ്റെ കണക്കിൽ നല്ല രീതിയിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എല്ലാ പഞ്ചായത്തുകളിലും രണ്ടാം വട്ടവും കയറി എത്താനുള്ള ശ്രമത്തിലാണ് സ്വരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ. സ്വരാജ് ഇന്ന് നിലമ്പൂർ നഗരസഭയിൽ തന്നെയാണുള്ളത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇന്ന് മരുത പഞ്ചായത്തിലാണുള്ളത്. കരുളായി പഞ്ചായത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും പരമാവധി വോട്ടർമാരെ നേൽക്കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നേതൃത്വമാകട്ടെ പ്രചരണ കോലാഹലം ഉയർത്തിയിട്ട് പുതിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വോട്ടുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ശ്രീജ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു TK അരവിന്ദൻ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമസ്ത അധ്യക്ഷൻ മുത്തുക്കോയ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സംഘടനയുടെ മുന്നോട്ടു പോക്കിനാവശ്യമായ നിർദ്ദേശങ്ങൾ തങ്ങൾ നൽകിയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ നിർദ്ദേശം പരിഗണിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയവരോടും അതിനെ എതിർക്കുന്നവരോടും അതേക്കുറിച്ച് ചോദിക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുത്തുക്കോയ ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള നിലപാട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണെന്ന് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയുടെ ആവശ്യങ്ങൾ നേരത്തെയും സർക്കാർ അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ടെന്നും തങ്ങൾ അറിയിച്ചു. ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്ന NSS ഇക്കാര്യം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകി. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതാണ് ജാതി സെൻസസ് എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നു. ജാതി സെൻസസ് മതപരമായും സാമുദായികപരമായും രാജ്യത്തെ വിഭജിക്കുന്നതാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും അപകടത്തിലാക്കുന്നതാണ് നടപടിയെന്നും NSS ആരോപിച്ചു. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരിക്ക് ജാതി അധിക്ഷേപം നേരിട്ടതായി പരാതി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പ്രേമാനന്ദൻ ജാതി അധിക്ഷേപം നടത്തിയതായാണ് പരാതി. പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ശുദ്ധികലശം നടത്തിയെന്നാണ് ആരോപണം. ജീവനക്കാരിയുടെ പരാതിയിൽ 20 ദിവസത്തിനകം മറുപടി നൽകാൻ SC/ST കമ്മീഷൻ പൊതുഭരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. അതേസമയം പരാതി വ്യാജമെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും ആരോപണ വിധേയൻ വ്യക്തമാക്കി. ഭരണാനുകൂല സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പ്രേമാനന്ദൻ തെക്കുംകരയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിയായിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി സ്ഥലം മാറിപ്പോയപ്പോൾ ഇവർ ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും മാറ്റി ശുദ്ധികലശം നടത്തിയെന്നാണ് പരാതി. ഓഫീസ് അറ്റൻഡറായ പരാതിക്കാരി മെയ് 30 ഇക്കാര്യം ചൂണ്ടിക്കാട്ടി SC/ST കമ്മീഷന് പരാതി നൽകിയിരുന്നു. ജീവനക്കാരിയുടെ പരാതിയിൽ കമ്മീഷൻ പൊതുഭരണ വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 20 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. കന്റോൺമെന്റ് പോലീസിനും കമ്മീഷൻ കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതി വ്യാജമെന്നും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നും താൻ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും ആരോപണ വിധേയനായ പ്രേമാനന്ദൻ പറയുന്നു. അതേസമയം പരാതിക്കാരിയും ആരോപണ വിധേയനും CPM അനുകൂല സർവീസ് സംഘടനയിലെ അംഗങ്ങളാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂളുകളിലെ അധിക സമയ ക്രമീകരണത്തിൽ സമസ്ത എതിർപ്പ് അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിൽ സർക്കാർ. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനം. എന്നാൽ ഏതെങ്കിലും വിഭാഗം അനുഭവിക്കുന്ന ആനുകൂല്യത്തെ ഇല്ലാതാക്കുന്നില്ലെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ഏതെങ്കിലും ഒരു വിഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തെ തട്ടിപ്പറിക്കുക എന്നുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് മതത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ജാതിയുടെ കാര്യത്തിലായിരുന്നാലും മറ്റേതെങ്കിലും വിധത്തിലുള്ള കാര്യത്തിലായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവണമെന്ന് താല്പര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് കേട്ടു ചില വിഭാഗത്തിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല, CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾ അരമണിക്കൂർ കുറച്ച് പഠിച്ചാൽ മതി എന്ന് നാട്ടിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല.
കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് വിവരം. തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക കൂടിക്കാഴ്ച. തീരദേശ മേഖലയിലെ ജീവിതം ദുരിതത്തിൽ. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ ഇനിയും നടപ്പായിട്ടില്ല. തിരമാലകളടിച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നുപോയ വീടുകളുടെ ചുമർഭാഗങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ചിറമൽ കടപ്പുറത്തുകൂടി നടന്നു നീങ്ങുമ്പോൾ കടലാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകൾ കാണാം. ചിതറിത്തെറിച്ചു നിൽക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിലൂടെ പ്രദേശത്തെ പല വീടുകളിലേക്കും കടൽ വെള്ളം അടിച്ചു കയറുന്നത് പതിവാണ്. ദുരിതം സഹിക്കാൻ കഴിയാതെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ സ്ഥലവും ധനസഹായവും നൽകുമെന്ന അധികൃത ഉറപ്പുകൾ ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 3 സെന്റ് സ്ഥലം ലഭിച്ച പല കുടുംബങ്ങളും വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ വാടക വീടുകളിൽ സ്വന്തം ചിലവിൽ കഴിയുകയാണ്. 3 സെന്റ് സ്ഥലം പോലും ലഭിക്കാത്ത കുടുംബങ്ങളും ചിറമൽ കടപ്പുറത്തുണ്ട്. ഈ വീടും ഇവിടം വരെ ഉണ്ടായിരുന്നു, ഞാൻ നിന്ന സ്ഥലം വരെ ഉണ്ടായിരുന്നു. കടലെടുത്തിട്ട് എല്ലാം പോകേണ്ട അവസ്ഥ വന്നു. അവിടെ പോകും. അവിടെ ഓരോ ചില സാഹചര്യങ്ങളിൽ വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ. എന്നിട്ട് വാടക നമ്മളെ കൊടുക്കാം, സർക്കാർ അവർ കൊടുക്കാം, പഞ്ചായത്ത് കൊടുക്കാം, ഒന്നും ഇതുവരെ നിലവിൽ വന്നില്ല. വാടകയ്ക്ക് കഴിയുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷോത്തമൻ ജീവിത ദുരിതത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഒരു 100 മീറ്ററിനകത്താണ് കടല് ഉള്ളിൽ കളിക്കുന്നത്. ഞങ്ങള് എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കൊന്നും പറയാൻ കഴിയില്ല. കടലിനെ പറ്റി ഞങ്ങളിപ്പോ ദൂരം പോയിട്ട് വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഞങ്ങളെ വീടെല്ലാം പഴകിയ വീടാണ്. ഈ കടൽ ഭീഷണി കൊണ്ട് തകർന്ന് കാറ്റത്തര പൊളിഞ്ഞിട്ട് ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്നത്. ചെറിയൊരു സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട് കെട്ടേണ്ട അഭിപ്രായത്തിനുള്ളത്. ഗവൺമെന്റിന് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ട് നമുക്ക്. 2001 മുതൽ ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. ടെട്രാപോഡ് സ്ഥാപിക്കലും കല്ലിടലുമെല്ലാം അധികൃത വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ദിയ കൃഷ്ണയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്നതിന് മുന്നോടിയായാണ് മൊഴിയെടുപ്പ് നടന്നത്. അതേസമയം ദിയയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരുകൾ ഇപ്പോഴും ഒളിവിലാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും 66 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ദിയ കൃഷ്ണയുടെ കവടയാറിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ 3 ജീവനക്കാരുടെ പരാതിയിലും ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും പരാതിയിലും മ്യൂസിയം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ആ കേസ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായി. അതിന് മുന്നോടിയായാണ് നിലവിൽ ദിയ കൃഷ്ണയുടെ വീട്ടിലെത്തി അവസാനഘട്ട മൊഴിയെടുപ്പ് പോലീസ് രേഖപ്പെടുത്തിയത്. അതിനോടൊപ്പം തന്നെ മറ്റു തെളിവുകളും ശേഖരിച്ച്, ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഇന്ന് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ 3 പേർ, ദിവ്യ, വിനീത, രാധാകുമാരി എന്ന് പറയുന്ന OBYOCയിലെ ജീവനക്കാരായ ഈ 3 പേരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും മ്യൂസിയം പോലീസിന് ഈ 3 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇവർ ഒളിവിൽ താമസിക്കുകയാണ്. ഇവരുടെ നേരത്തെ ഇവർ ഉണ്ടായിരുന്ന ഒരു ആരോപണമായിരുന്നു ഈ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത്. എന്നാൽ അതിനെതിരെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിച്ചുകൊണ്ട് കൃഷ്ണകുമാറും ദിയയും രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലവിൽ ഈ 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ തെളിവുകൾ ശക്തമായൊരു നിലയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവർ നിലവിൽ ഒളിവിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവരെ 2 തവണ പോലീസ് മൊഴിയെടുപ്പിന് വിളിച്ചിരുന്നെങ്കിലും ആ 2 തവണയും എത്തിയിരുന്നില്ല. അതിനു മുന്നോടിയായി ഈ കേസിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്താണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ശ്രീജ, കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ദിയ കൃഷ്ണയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.
കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട VCക്ക് പരാതി. BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് VC ഡോക്ടർ P രവീന്ദ്രന് പരാതി നൽകിയത്. ലഹരി ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സംബന്ധിച്ച ഹിരൺദാസ് മുരളിയുടെ പാട്ട് ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റേതെന്നും പരാതിയിൽ പറയുന്നു. പുലിപ്പല്ല് കൈവശം വെച്ചതിന് നടപടി നേരിട്ടതും കത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേടന്റെ പാട്ടുകളിൽ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നും വേടന്റെ പാട്ടിന് പകരം മറ്റാരുടെയെങ്കിലും നല്ല രചനകൾ ഉൾപ്പെടുത്തണമെന്നും AK അനുരാജ് ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാലയിൽ തന്റെ പാട്ട് പഠന വിഷയമാക്കിയതിനെതിരെയുള്ള പരാതി നിലപാടുകളോടുള്ള വെല്ലുവിളിയാണ് എന്ന റാപ്പ് ഗായകൻ വേടൻ. തന്റെ പാട്ടുകൾ 10ാം ക്ലാസ്സിലെങ്കിലും പഠിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പാട്ടുപാടൽ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും വേടൻ പറഞ്ഞു. നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ. അപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ്. ഞാൻ എന്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇതെന്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്ന് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനാട്ടാ. അപ്പോ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെന്റെ ജോലിയാണ്. ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇരിങ്ങാലക്കുട പടിയൂർക്കുളം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി സൂചന. ഉത്തരാഖണ്ഡ് പോലീസാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. പ്രേംകുമാർ തന്നെയാണോ മരിച്ചത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചു. ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട് എങ്കിലും ഇയാൾ തന്നെയാണ് എന്നുള്ളൊരു ഏറെക്കുറെ ഉറപ്പ് തന്നെയാണോ? തീർച്ചയായും ഇനിയും ഒരു സ്ഥിരീകരണം വരാനുണ്ട്. കാരണം ഇത് ഇയാൾ തന്നെയാണോ മരിച്ചത് എന്ന് ഉറപ്പുവരണമെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇയാൾ തന്നെയാണോ മരിച്ചത് എന്ന് ഉറപ്പുവരണമെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഉത്തരാഖണ്ഡിൽ എത്തിയാൽ മാത്രമേ അത് ഈ ഒരു വ്യക്തി തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണമാകുള്ളൂ. പക്ഷേ ചില സംശയങ്ങളുണ്ട്. കാരണം ഇയാളുമായി രൂപസാദൃശ്യമുള്ള ഒരാളാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. മാത്രമല്ല അവിടെ നിന്നും ഈ ഒരു ബന്ധുവിനെയാണ് ഇവർ ബന്ധപ്പെട്ടത്. അതിൽ ആധാർ കാർഡ് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ട്. പക്ഷേ അത് കൃത്യമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഈ അന്വേഷണ സംഘം ഉത്തരാഖണ്ഡിൽ എത്തിയാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാനാകൂ എന്നുള്ളതാണ്. കാരണം ഇയാൾ വളരെ സമർത്ഥനായ ഒരു കുറ്റവാളിയാണെന്ന് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇയാൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എത്തിയാൽ മാത്രമേ ഇത് കൃത്യമായ മരണമാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇയാൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യത വരൂ അല്ലെങ്കിൽ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിൽ നിന്നും പോലീസ് ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തിയാൽ തന്നെ മാത്രമേ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ പുറത്തുവരും. പക്ഷേ സൂചനകൾ പറയുന്നത് അയാളുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ ഉത്തരാഖണ്ഡിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 4-നായിരുന്നു ഈ ഒരു കൊലപാതകം വിവരം പുറത്തറിയുന്നത്. വാടക വീട്ടിൽ നിന്ന് 2 പേരുടെ മൃതദേഹങ്ങളാണ് പുറത്തെടുത്തത്. ഒന്ന് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യ രേഖയുടെ, മറ്റത് ഈ രേഖയുടെ അമ്മ മണിയുടെ. ഈ 2 മൃതദേഹങ്ങളാണ് അന്ന് ലഭിച്ചത്. ഈ മൃതദേഹത്തിൻ്റെ അതായത് മരിച്ചതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ആളുകൾ ഈ വാടക വീട്ടിൽ 2 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ പ്രേംകുമാർ എന്ന പറഞ്ഞ ആളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് അന്ന് പോലീസ് പുറത്തുവിട്ടത്. ഇയാൾ ആദ്യ ഭാര്യയെ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യ എന്ന് പറഞ്ഞ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇരിങ്ങാലക്കുട പടിയൂർക്കുളം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി സൂചന. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ. കോഴിക്കോട് പന്തീരങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. പണം തട്ടിയ ശേഷം പ്രതി ഷിബിൻ ലാൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറാണ് പന്തീരങ്കാവിലെ ഷെഡിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. വാടകയ്ക്കെടുത്ത സ്കൂട്ടറാണ് ഷിബിൻ കവർച്ച നടത്താൻ ഉപയോഗിച്ചത്. സംഭവത്തിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. 8 ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക പതർന്നു. ഓസീസിന്റെ 1-ാം ഇന്നിംഗ്സ് സ്കോറായി 212 പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റിന് 43 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ടെംബ ബൗമയും ഡേവിഡ് ബെനിങ്ഹാമുമാണ് ക്രീസിൽ. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയുടെ തുടക്കം മുതൽ തകർച്ചയായിരുന്നു. കഗീസോ റബാഡെ 5 വിക്കറ്റുമായി ദക്ഷിണാഫ്രിക്കയ്ക്കായി തിളങ്ങി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.